നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് CPIയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതുപോലെ അഗ്നിപഥ് പദ്ധതി നിർത്തലാക്കും, ജാതി സെൻസസ് നടപ്പിലാക്കും, ഗവർണർ പദവി ഇല്ലാതാക്കും, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം വേതനം 700 രൂപയാക്കും എന്നിവയാണ് പ്രകടന പത്രികയിലെ CPIയുടെ മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ പാർലമെന്റിന് കീഴിൽ കൊണ്ടുവരുമെന്ന് CPI പ്രകടന പത്രികയിൽ പറയുന്നു. വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കും, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ 50% വനിതാ സംവരണം കൊണ്ടുവരും, കശ്മീരിന് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും എന്നീ കാര്യങ്ങളും CPI പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു. പ്രകടന പത്രികയിലെ മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇവയാണ്. മിനിമം താങ്ങുവില അടക്കം കർഷകർക്ക് ഉറപ്പാക്കുന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും, തൊഴിൽ മൗലിക അവകാശമാക്കും, പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തും, നീതി ആയോഗ് റദ്ദാക്കി പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കും, സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ആധാർ ബന്ധിപ്പിക്കുന്നത് ഒഴിവാക്കും, UAPA റദ്ദാക്കും, പുതിയ വിദ്യാഭ്യാസ നയം റദ്ദാക്കും, ട്രാൻസ്ജെൻഡേഴ്സിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം ഏർപ്പെടുത്തും, സച്ചാർ കമ്മിറ്റി, രംഗനാഥ മിശ്ര കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന രീതി മാറ്റും തുടങ്ങിയവയാണ് CPI പ്രകടന പത്രികയിൽ നൽകുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം CPMഉം പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ഏതാണ്ട് സമാനമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് CPMഉം തങ്ങളുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തത്. CAA, UAPA, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതായത് PMLA എന്നിവ റദ്ദാക്കും, കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും തുടങ്ങിയവയാണ് CPMന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ചിലത്. കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, PB അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ, നിലോൽപൽ ബസു എന്നിവർ ചേർന്നാണ് CPMന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് CPM ഈ നിയമം തന്നെ ഇല്ലാതാക്കുമെന്ന വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കും എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ അടക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പല കേസുകളിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി നിലനിർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും CPMന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ CAA റദ്ദാക്കുമെന്ന പ്രസ്താവനയും ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചുകൊണ്ടുവരും എന്ന വാഗ്ദാനവും കൃത്യമായ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് പരാതി. ജാതി സെൻസസ് നടത്തുമെന്നും ഗവർണർ നിയമനത്തിന് സമിതിയെ നിയോഗിക്കുമെന്നും CPMന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. BJPയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യം എന്നാണ് പ്രകടന പത്രികയുടെ ഉള്ളടക്കം വിശദീകരിച്ച പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്ന ചോദ്യത്തിന് ഏകദേശം 50 സീറ്റുകൾ എന്നായിരുന്നു മറുപടി. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞാൽ ചിഹ്നം നഷ്ടപ്പെടുമെന്ന AK ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് വെറും പ്രസംഗം മാത്രമാണെന്നും അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല എന്നുമായിരുന്നു യെച്ചൂരിയുടെ മറുപടി.